വിശദമായ വാർത്തയിലേക്കാണ്. തൃശൂർ മുണ്ടത്തിക്കോട് വെടിക്കെട്ട് സാമഗ്രികൾ നിർമ്മിക്കുന്ന കേന്ദ്രത്തിലുണ്ടായ സ്ഫോടനത്തിൽ 13 മരണം, 20-ലേറെ പേരെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇതിൽ 5 പേരുടെ നില ഗുരുതരമാണ്. പ്രദേശത്തെ രക്ഷാപ്രവർത്തനം അടക്കം തുടരുകയാണ്. കേന്ദ്രത്തിൽ 40-ലേറെ പേരുണ്ടായിരുന്നെന്നാണ് വിവരം. തിരുവമ്പാടിക്ക് വേണ്ടി വെടിക്കെട്ട് സാമഗ്രികൾ നിർമ്മിക്കുന്നിടത്താണ് സ്ഫോടനം ഉണ്ടായത്. സർജറി ടീമിന്റെ നേതൃത്വത്തിൽ ബേൺസ് യൂണിറ്റും സജ്ജമാക്കിയിട്ടുണ്ട്. ഡിഎംഒയുടെ നേതൃത്വത്തിലുള്ള മെഡിക്കൽ ടീം അവിടെ തന്നെയുണ്ട്. നേതൃത്വത്തിൽ അവർ അവിടെയുണ്ട്. ഇവിടെ വന്നതിൽ 5 പേര് വളരെ സീരിയസ് ആയിരുന്നു. വളരെ ഫുൾ ടീം ആയിരുന്നു. തൃശ്ശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ 13 രോഗികളാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത്. അതിൽ 5 പേരുടെ നില കുറച്ച് ഗുരുതരമായ അവസ്ഥയിലാണ്. 70% കൂടുതൽ പൊള്ളൽ. പൊതുജനങ്ങൾക്ക് 67% ഉണ്ട്. മുകളിലാണ് 90% മുകളിൽ പൊള്ളലുള്ളൊരാൾ ഇപ്പോൾ വെന്റിലേറ്ററിന് സഹായത്തിലാണ്. ബാക്കിയുള്ളത് എല്ലാവരും ഗവൺമെന്റ് സൈസിൽ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഗവൺമെന്റ് സൈസിൽ വിദഗ്ധ ചികിത്സ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പേഷ്യൻസ് ആയിട്ട് വന്നവരൊക്കെ പേരുകൾ പക്ഷേ മരിച്ചു വന്നവരുടെ ഡീറ്റെയിൽസ് ഉണ്ടാവും. ഫയർഫോഴ്സ് അവിടെയുള്ളൂ, തൃശ്ശൂരുള്ളൂ. അല്ല, വടക്കാഞ്ചേരി ഉണ്ട്. ആന്റണി ജിസ് ജോർജ് ഉണ്ട് വിവരങ്ങളുമായി. ആന്റണി, എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ 5 പേരുടെ നിലയാണ് അതീവ ഗുരുതരമായി തുടരുന്നത്. ഇപ്പോൾ ഇനി പരിക്കേറ്റ ആശുപത്രിയിൽ പ്രവേശിച്ചവരുടെ ആരോഗ്യനില എങ്ങനെയാണ്? അതുപോലെ തന്നെ രക്ഷാപ്രവർത്തനം ഇപ്പോഴും പുരോഗമിക്കുന്ന സാഹചര്യമാണോ ഉള്ളത്? അവിടെ ഇപ്പോഴും രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ലൈറ്റ് അടക്കമുള്ള സംവിധാനങ്ങൾ കൊണ്ടുവന്ന് അവിടെ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാവുന്നതുപോലെ തന്നെ വളരെ വൈകിയാണ് രക്ഷാപ്രവർത്തകർക്ക് ഈ സ്ഫോടനം, ഈ ഷെഡുകൾ നടന്ന ആ ഭാഗത്തേക്ക് എത്തിച്ചേരാൻ തന്നെ കഴിഞ്ഞത്. ഏതാണ്ട് 1.5 മണിക്കൂറോളം എടുത്തു ആ ഭാഗത്തേക്ക് ഒന്ന് എത്തിച്ചേരാൻ വേണ്ടിയിട്ട്. അത് വളരെ വൈകി. അപ്പോഴേക്കും ഇരുട്ടി തുടങ്ങുന്ന ഒരു സാഹചര്യമുണ്ടായി. ഏതായാലും ലൈറ്റുകൾ അടക്കം കൊണ്ടുവന്ന് ഉള്ള പരിശോധന ഇപ്പോൾ അവിടെ നടക്കുകയാണ്. ഏതായാലും നിലവിൽ 13 മരണമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. 13ഓളം പേർ ആശുപത്രിയിലുണ്ട്. 5 പേരുടെ നില ഗുരുതരമായി തുടരുകയും ചെയ്യുകയാണ്. ഏതായാലും 40ഓളം പേർ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നിലവിൽ ഇപ്പോഴും ലഭിക്കുന്ന വിവരം. അതിൽ ഏതാണ്ട് 6ഓളം പേർ തൊട്ടപ്പുറത്തെ വീട്ടിൽ വെള്ളം കുടിക്കാനായി പോയിരുന്നു. അതുപോലെ തന്നെ ഒരു വിൻസെന്റ് എന്ന് പറഞ്ഞ ഒരാളും അത് ഈ ഇത്തരത്തിൽ തീ വന്ന ഉടൻ തന്നെ ഓടി അവിടെ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ പ്രതികരണം നമ്മൾ അല്പസമയം മുമ്പ് കൊടുക്കുകയും ചെയ്തതാണ്. ഏതായാലും അത്തരത്തിൽ ആ ആളുകളെ ഒഴിച്ചു നിർത്തിയാൽ ഒരു 35ഓളം ആളുകൾ അവിടെ ഉണ്ടാകാം എന്നുള്ളതാണ് നിലവിൽ വിലയിരുത്തൽ. ഏതായാലും കുറച്ചുപേരെങ്കിലും ആശുപത്രിയിലേക്ക് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോഴും വ്യക്തതയില്ലാതെ നിൽക്കുന്നത് എത്ര പേർ അവിടെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ എന്നുള്ള കാര്യത്തിലാണ് ഇപ്പോഴും അവ്യക്തത ഉള്ളത്. ഏതായാലും തിരച്ചിൽ അവിടെ ഊർജിതമായി തന്നെ തുടരുകയാണ്. ഇന്ന് ഉച്ചയ്ക്ക് 3:30 മണിയോടുകൂടിയാണ് ഇത്തരത്തിൽ ഈ മുണ്ടത്തിക്കോട് ഉള്ള ഒരു വയലിൽ പ്രവർത്തിക്കുന്ന ഈ പടക്ക നിർമ്മാണശാലയ്ക്ക് തീപിടുത്തം ഉണ്ടാകുന്നത്. പെട്ടെന്ന് അത് പൊട്ടിത്തെറിക്കുകയാണ് ചെയ്തത്. അവിടെ ഈ തൃശ്ശൂർ പൂരത്തിന്റെ ഭാഗമായുള്ള തിരുവമ്പാടി ദേവസ്വത്തിന് അവർക്ക് വേണ്ടിയുള്ള പടക്കങ്ങൾ അല്ലെങ്കിൽ ഇതിന്റെ വെടിക്കെട്ട് നിർമ്മാണ സാമഗ്രികളായിരുന്നു നിർമ്മിച്ചുകൊണ്ടിരുന്നത്. പെട്ടെന്ന് ഒരു സ്ഫോടനം ഉണ്ടാവുകയാണ് ചെയ്തത്. മുണ്ടത്തിക്കോട് സതീഷ് എന്ന ആളുടെ പേരിലുള്ളതാണ് ഈ വെടിക്കെട്ട് നിർമ്മാണശാല. അദ്ദേഹത്തിന്റെ പേരിൽ തന്നെയുള്ള സ്ഥലത്താണ്, ഒരു പാടത്തിന് നടുവിലാണ് നമ്മൾ കാണുന്നത് പോലെ ആണ് ഈ വെടിക്കോപ്പ് നിർമ്മാണശാല പ്രവർത്തിക്കുന്നത്. അവിടെയാണ് ഈ സ്ഫോടനം ഉണ്ടാകുന്നത്. ആദ്യഘട്ടത്തിൽ അവിടേക്ക് ഈ ശബ്ദം കേട്ട ആളുകൾ ഓടിയെത്തിയെങ്കിലും അവിടേക്ക് എത്താനായി ആർക്കും സാധിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഈ ആദ്യഘട്ടത്തിൽ പരിക്കേറ്റവരെയൊക്കെ അവിടെ നിന്ന് തെറിച്ചു വീണ നിലയിലൊക്കെയാണ് അവരെ കിട്ടിയത്. ചില മൃതദേഹങ്ങൾ കിട്ടിയതൊക്കെ ചിന്നിച്ചിതറിയ നിലയിലായിരുന്നു. അപ്പോഴും രക്ഷാപ്രവർത്തകരെ സംബന്ധിച്ച് അവിടേക്ക് എത്താൻ വലിയ ഒരു പ്രതിസന്ധി അവർ നേരിട്ടിരുന്നു. കാരണം അവിടെയുള്ള ഈ അമിട്ടുകൾ അടക്കമുള്ള പടക്കങ്ങൾ വീണ്ടും വീണ്ടും പൊട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിങ്ങനെ തുടർച്ചയായി സാഹചര്യം. ഇപ്പോൾ അനീഷ് ആന്റണി കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അനീഷ്, എന്തായാലും നിലവിലെ സാഹചര്യം എങ്ങനെയാണ്? രക്ഷാപ്രവർത്തനം അടക്കം പുരോഗമിക്കുന്ന സാഹചര്യമാണ്. രാത്രി വൈകിയും രക്ഷാപ്രവർത്തനം നടത്താൻ തന്നെയാണോ തീരുമാനം? തീർച്ചയായും കാർത്തു, രക്ഷാപ്രവർത്തനം ഇപ്പോഴും തുടരുകയാണ്. ഇപ്പോൾ എന്തായാലും ഫയർഫോഴ്സും പോലീസിന്റെ നേതൃത്വത്തിലുള്ള രക്ഷാപ്രവർത്തകരടങ്ങുന്ന സംഘം ഇപ്പോൾ
ആ വെടിക്കെട്ട് ദുരന്തം അല്ലെങ്കിൽ ആ പൊട്ടിത്തെറി ഉണ്ടായ ആ പാടത്തിന് നടുവിലെ പറമ്പിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. അല്പം മുൻപാണ് അത്തരത്തിലൊരു ശ്രമത്തിന് അവർക്ക് കഴിഞ്ഞത്. കാരണം ഞാൻ നേരത്തെ കഴിഞ്ഞ നമ്മുടെ ടെലികളിലൊക്കെ സൂചിപ്പിച്ച പോലെ ഉച്ചതിരിഞ്ഞ് 3-3:30 ഉണ്ടായ ആ ദുരന്തത്തിന് പിന്നാലെ വീണ്ടും പല തവണ ആ പറമ്പിൽ നിന്നും പൊട്ടിത്തെറികൾ ഉണ്ടായി. കൂട്ടപ്പൊരിച്ചിന് സമാനമായ രീതിയിലൊക്കെ പൊട്ടിത്തെറി ഉണ്ടായി. പിന്നീടും അടിക്കടി അമിട്ടുകളൊക്കെ അവിടെ പറമ്പിൽ പൊട്ടാതെ കിടന്നിരുന്നതൊക്കെ പൊട്ടുന്നുണ്ടായിരുന്നു. അതിനൊക്കെ ആ തീയും ഉണ്ടായിരുന്നു. ആ തീയൊക്കെ അണയ്ക്കാനായത് അല്പം മുമ്പാണ്. അതിനുശേഷമാണ് ഇപ്പോൾ വിശദമായ പരിശോധന ആ പറമ്പിൽ അല്ലെങ്കിൽ ആ പറമ്പിനോട് ചേർന്നുള്ള പാടത്ത് ആരെങ്കിലും ഒക്കെ പരിക്കേറ്റ നിലയിലോ അല്ലാതെയോ ഒക്കെ ഉണ്ടോ എന്നുള്ളൊരു പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത്. എന്തായാലും നിലവിൽ 13 മരണമാണ് ഉണ്ടായിരിക്കുന്നത്. 13 പേർ ഇപ്പോൾ ചികിത്സയിലുണ്ട്. അതിൽ 5 പേരുടെ നില ഗുരുതരമാണെന്ന് മെഡിക്കൽ കോളേജ് വൃത്തങ്ങൾ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതിൽ വെന്റിലേറ്ററിൽ ഒരാളുണ്ട് എന്ന് പറയുന്നത്. ഇതിന്റെ ലൈസൻസി ആയിട്ടുള്ള സതീശൻ ഉൾപ്പെടെ പരിക്കേറ്റ് ചികിത്സയിലാണ്. എന്തായാലും 70% പൊള്ളലേറ്റവരാണ് ഈ ഗുരുതരമായ ചികിത്സയിലുള്ളത്. വലിയ രീതിയിലുള്ള പൊട്ടിത്തെറിയായിരുന്നു. നമുക്കറിയാം പൂരം അടുത്തിരിക്കുന്ന ഒരു സാഹചര്യമാണ്. സാമ്പിൾ വെടിക്കെട്ട് 2 ദിവസം കഴിഞ്ഞാൽ സാമ്പിൾ വെടിക്കെട്ടാണ്. 24-ന് സാമ്പിൾ വെടിക്കെട്ടാണ്. അതിനുൾപ്പെടെയുള്ള സാമഗ്രികൾ തയ്യാറാക്കി അവസാനവട്ട ഒരുക്കങ്ങളിലായിരുന്നു അവിടുത്തെ വെടിക്കെട്ട് പണിക്കാർ. അതിനിടയിലാണ് ഇത്തരത്തിൽ വലിയൊരു പൊട്ടിത്തെറി ഉണ്ടാകുന്നത്. ഇപ്പൊ പൊട്ടിത്തെറി എന്ന് പറഞ്ഞാൽ പോരാ, വലിയൊരു സ്ഫോടനം തന്നെയാണ് ഉണ്ടായത്. ആ ദൃശ്യങ്ങളിലൊക്കെ വ്യക്തമാണ്. ആകാശമുട്ട ഉയരത്തിൽ പൊട്ടിത്തെറിയുടെ ആഘാതമുണ്ടായി. പുകപടലങ്ങളും തീയും ഒക്കെ ആകാശമുട്ട ഉണ്ടായി. വലിയ പ്രകമ്പനത്തോടു കൂടിയായിരുന്നു. കാരണം ഇത്രയും അധികം വെടിക്കോപ്പുകൾ ഒരുമിച്ച്, അത് പലതും അമിട്ടുകളൊക്കെ ആകാശത്ത് പോയി പൊട്ടേണ്ട അമിട്ടുകളാണ് ഭൂമിയിൽ കിടന്ന് പൊട്ടുന്നത്. അതുകൊണ്ട് തന്നെ അതിന്റെ പ്രകമ്പനം വളരെ വലുത് തന്നെയായിരിക്കും. അത്തരത്തിലുള്ള ഒരു പ്രകമ്പനമാണ് ഉണ്ടായത്. പല വീടുകൾക്കും നാശനഷ്ടങ്ങളുണ്ടായി. ജനൽച്ചില്ലുകൾ ഉൾപ്പെടെ പൊട്ടിത്തെറിച്ചു ഈ പ്രകമ്പനത്തിൽ. എന്തായാലും 13 പേർ ഇപ്പോൾ ഇതിൽ മരണപ്പെട്ടു. വെടിക്കെട്ട് അപകടത്തിൽ, ഈ പൊട്ടിത്തെറിയിൽ, വെടിക്കെട്ട് നിർമ്മാണ പുരയിലുണ്ടായ പൊട്ടിത്തെറിയിൽ 13 പേർ മരണപ്പെട്ടു എന്നുള്ള ഒരു ഖേദകരമായ ദുഃഖകരമായ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നേരത്തെ അത് 12 പേരായിരുന്നു എന്നാണ് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഉൾപ്പെടെ വാർത്താ സമ്മേളനം വിളിച്ച് വ്യക്തമാക്കി. അതിൽ നിന്നും ഒരാൾ കൂടി ഇപ്പോൾ മരണപ്പെട്ടു എന്നുള്ള കാര്യമാണ്. എന്തായാലും മരണപ്പെട്ടവരുടെ ഇൻക്വസ്റ്റ് നടപടികളും പോസ്റ്റ്മോർട്ടം നടപടികളും ഉൾപ്പെടെ നാളെ നേരം വെളുക്കുന്നതിനുള്ളിൽ തന്നെ ചെയ്യാനുള്ള ഒരു നീക്കത്തിലാണ് ആശുപത്രി അധികൃതരും ജില്ലാ ഭരണകൂടവും പോലീസും ഒക്കെ ഉള്ളത്. കളക്ടർ തന്നെയാണ് ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും പരിക്കേറ്റവരെല്ലാവരും, ഈ ഗുരുതര പരിക്കേറ്റ എല്ലാവരും പൊള്ളൽ വിഭാഗത്തിൽ ബേൺ യൂണിറ്റിലാണ് ഉള്ളത്. അതിലൊരാൾ വെന്റിലേറ്ററിലുണ്ട്. എന്തായാലും തിരുവനന്തപുരത്തു നിന്നും പാലക്കാട് നിന്നും മെഡിക്കൽ സംഘം തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കഴിഞ്ഞു. തിരുവനന്തപുരത്തു നിന്നും എറണാകുളത്തു നിന്നുള്ള മെഡിക്കൽ സംഘമാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. ഇനി തിരുവനന്തപുരത്തു നിന്നുള്ള മെഡിക്കൽ സംഘം വരും വഴിയാണ്. അവർ അധികം വൈകാതെ തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് എത്തും. തൃശൂർ മെഡിക്കൽ കോളേജിൽ ലീവിലുള്ളവരും ഡ്യൂട്ടി കഴിഞ്ഞ് പോയവരെയും ഒക്കെ തിരിച്ചു വിളിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും ഈ പരിക്കേറ്റവരെയും ഇനി ആരെങ്കിലും ഈ അപകട സ്ഥലത്ത് നിന്ന് കണ്ടെത്തിയാൽ അവരെ കൂടി ചികിത്സിക്കാനുള്ള ചികിത്സിക്കാൻ സജ്ജമാണ് തൃശൂർ മെഡിക്കൽ കോളേജ് എന്നാണ് ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ വ്യക്തമാക്കിയത്. മുഖ്യമന്ത്രി ഉൾപ്പെടെ ഇടപെട്ടിട്ടുണ്ട്. വിദഗ്ധ ചികിത്സയ്ക്ക് ആവശ്യം ഉള്ളവരെയാണെങ്കിൽ സംസ്ഥാനത്തിന് പുറത്തേക്കും എത്തിച്ച് കൊണ്ടുപോയി ചികിത്സിക്കാനുള്ള എല്ലാവിധ ക്രമീകരണം സംസ്ഥാന സർക്കാരും ഒരുക്കിയിട്ടുണ്ട്. എന്തായാലും ചികിത്സാ സഹായത്തിനായി സംസ്ഥാന സർക്കാർ ധനസഹായം ഉൾപ്പെടെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്തായാലും വലിയ ദുരന്തമാണ്. ഇപ്പോഴും അവിടെ രക്ഷാപ്രവർത്തനം നടന്നു വരികയാണ്. കൂടുതൽ ആരെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ അറിയാം. കാരണം ഈ വെടിക്കെട്ട് പണികളിൽ 40ഓളം 35നും 40നും ഇടയിൽ ആളുകൾ ഉണ്ടായിരുന്നെന്നാണ് സ്ഥിരീകരിക്കാത്ത വിവരങ്ങൾ. ഈ വെടിക്കെട്ടപകടം നടന്ന മുണ്ടത്തിക്കോടിന് സമീപത്തുള്ള വടക്കാഞ്ചേരി നഗരസഭാ പരിധിയിൽപ്പെടുന്നതും സമീപത്തുള്ള പഞ്ചായത്തിലെയും ആളുകളാണ് ഈ വെടിക്കെട്ട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അവിടെ ഉണ്ടായിരുന്നത്. കൂടാതെ മലപ്പുറം ജില്ലയിലെ എടപ്പാൾ എന്ന് പറയുന്ന സ്ഥലത്തു നിന്നും തൊഴിലാളികൾ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളൊരു വിവരം കൂടി വരുന്നുണ്ട്. അത് ആരെല്ലാം വന്നു, എത്ര പേര് അതിൽ ഉണ്ട് എന്നുള്ള കാര്യം ഒന്നും അറിയില്ല. എന്തായാലും ഈ സംഭവം നടന്ന സമയത്ത് 4-5 പേർ ഭക്ഷണത്തിനായി, ചായ കുടിക്കാനായി പുറത്തേക്ക്, വെള്ളം കുടിക്കാനും മറ്റൊക്കെയായി പുറത്തേക്ക് പോയിരുന്ന അവർ രക്ഷപ്പെട്ടിട്ടുണ്ട്. ഒരു വിൻസൻ എന്ന് പറയുന്ന ഒരു തൊഴിലാളി രക്ഷപ്പെട്ടു. ആ തൊഴിലാളിയുടെ പ്രതികരണം ഉൾപ്പെടെ വളരെ നേരത്തെ തന്നെ നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ വാർത്തയായി നൽകിയിരുന്നു. അദ്ദേഹം പറയുന്നത് അനുസരിച്ചാണെങ്കിൽ ഈ വെടിക്കെട്ടിന് ആവശ്യമായ തിരികൾ ഉണക്കാനിടുന്നത് സർവ്വസാധാരണമാണ്. വെയിലത്ത് ഉണക്കാനിട്ടു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ ഈ തിരികൾക്കാണ് തീപിടിക്കുന്നത്. അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടതെന്നാണ് അദ്ദേഹം പറയുന്നത്. തിരികൾക്ക് തീപിടിക്കും വളരെ പെട്ടെന്ന് തന്നെ മറ്റുള്ള വെടിക്കോപ്പുകളിലേക്കും ഉഗ്ര സ്ഫോടന ശേഷിയുള്ള അമിട്ടുകളിലേക്കും ഒക്കെ തീ പടരുകയായിരുന്നു. ഇതോടെ ഇദ്ദേഹം അവിടെ നിന്നും ഓടി രക്ഷപ്പെടുകയായിരുന്നു എന്നാണ്
പറയുന്നത്. അദ്ദേഹമാണ് ഈ സംഭവ സ്ഥലത്ത് നിന്നും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടവരിൽ ഒരാൾ, മറ്റൊരാൾ കൂടി രക്ഷപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. എന്തായാലും സ്ത്രീകൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു എന്നുള്ള വാർത്തകളും വരുന്നുണ്ട്. പക്ഷെ അവർ രക്ഷപ്പെട്ടു എന്നുള്ളൊരു കാര്യം കൂടി പുറത്തു വരുന്നു. എന്തായാലും ഇതിൽ ഒന്നും ഔദ്യോഗിക സ്ഥിരീകരണം ജില്ലാ ഭരണകൂടത്തിന് പോലും ആരെല്ലാമാണ് മരിച്ചത് എന്നുള്ള കാര്യത്തിൽ വ്യക്തത ഇല്ല. കാരണം ഇനി DNA ടെസ്റ്റുകൾ ഉൾപ്പെടെ നടത്തേണ്ടി വരും. പിന്നെ രണ്ട് ഹെൽപ്പ് ലൈൻ നമ്പറുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. കാണാതായവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള തുടരന്വേഷണങ്ങൾ ഉണ്ടാകും. അതുമായി ഹെൽപ്പ് ലൈൻ നമ്പറിലേക്ക് വരുന്ന കോളുകളുടെ വിശദാംശങ്ങളെല്ലാം ജില്ലാ ഭരണകൂടം ശേഖരിക്കുന്നുണ്ട്. അത് മുണ്ടത്തിക്കോടും അതുപോലെ ജില്ലാ ആസ്ഥാനത്തുമാണ് ഈ ഹെൽപ്പ് ലൈൻ നമ്പറുകൾ ആരംഭിച്ചിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ടുള്ള ഡാറ്റകളെല്ലാം ജില്ലാ ഭരണകൂടം ശേഖരിച്ചു വരികയാണ്. ശരി അനീഷ, എന്തായാലും നിലവിൽ ആശുപത്രിയിൽ കഴിയുന്നവരിൽ 5 പേരുടെ നില ഗുരുതരമായി തുടരുന്ന സാഹചര്യമാണുള്ളത്. പ്രദേശത്താകെ രക്ഷാപ്രവർത്തനം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. DNA മരിച്ചവരുടെ മൃതദേഹം തിരിച്ചറിയാനുള്ള ക്രമീകരണങ്ങളടക്കം ഒരുക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. അനീഷ് ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്.